എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹിയർ ദ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ദുഅൽ മക്കാൻ്റെയും ഷേർഖാൻ്റെയും കഥ തുടരുന്നു. പ്രതികാരേച്ഛുവായ ഹർദൂബ് തൻ്റെ സേനകളോട് വിളിച്ചു പറഞ്ഞു, മുസൽമാന്മാർ പെണ്ണുങ്ങളെപ്പോലെ പേടിച്ചോടുന്നു, വിടരുത്. ഹർദൂബിൻ്റെ പടയാളികൾ പാഞ്ഞെടുത്തപ്പോൾ ഓർക്കാപ്പുറത്ത് മുസൽമാന്മാർ തിരിഞ്ഞെതിരിട്ടു. ഷേർഖാനും മക്കാനും രണ്ട് സിംഹങ്ങളെപ്പോലെ തിരിഞ്ഞാക്രമിച്ചു. ഷേർഖാൻ്റെ അന്നത്തെ ധീര പരാക്രമം വിവരിക്കുക തന്നെ പ്രയാസമാണ്. അയാൾ സഹോദരനോട് പറഞ്ഞു, രാജ്യം ഭരിക്കാൻ നീ ജീവിച്ചിരിക്കണം. അതുകൊണ്ട് ആവശ്യം വന്നാൽ മാത്രം പൊരുതിയാൽ മതി, എടുത്തു ചാടണ്ട, എൻ്റെ അടുത്ത് നിന്നാ മതി. ദൻഡാനും പള്ളിയറക്കാരനും യുദ്ധാഹ്വാനം കേട്ടതോടെ മുന്നോട്ട് നീങ്ങി. ക്രിസ്ത്യൻ പടയ്ക്ക് തോൽവി പറ്റി. കുറേ പേർ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. 20 കപ്പലൊഴിച്ച് ബാക്കിയെല്ലാം മുസൽമാന്മാർ കീഴടക്കി. 20 കപ്പലുകൾ രക്ഷപ്പെട്ട് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് നീങ്ങി. പരാജയത്തിൽ വ്യസനം കൊണ്ടും കോപം കൊണ്ടും ഭ്രാന്തനായി തീർന്ന അഫ്രീദൂൻ ആ വിനാശകാരിയായ വൃദ്ധ മാതാവിനെ വിളിച്ചു. എല്ലാ കലാപങ്ങൾക്കും കാരണക്കാരിയായ അവൾ വാസ്തവത്തിൽ വൃദ്ധ സ്ത്രീകൾക്കിടയിൽ ഒരു കൊടുങ്കാറ്റായിരുന്നു. വൃദ്ധ ദുർവൃത്തയും അവിശ്വസനീയയും ആയിരുന്നു. വായ് ഒരു ചെളിക്കൊണ്ടാണ്. രോമമില്ലാത്ത ചുമന്ന കൺപോളകൾ, പരുക്കൻ കവിൾത്തടങ്ങൾ, രാത്രി പോലെ ഇരുണ്ട മുഖം, മങ്ങിയ കണ്ണുകൾ, പൊറ്റ പിടിച്ച് കൂനുള്ള ശരീരം. ഇങ്ങനെ വൃദ്ധ ആകെ ഒരു ദുർലക്ഷണമാണ്. പഴുത്ത വ്രണമാണവൾ. ഹർദൂബും അഫ്രീദൂനും വൃദ്ധയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. രാജാവേ, മുസൽമാന്മാർ നമ്മുടെ നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എല്ലാ സൈനികരോടും തയ്യാറെടുക്കുവാൻ കൽപ്പിക്കുക. ഞാൻ തൽക്കാലം യാത്ര പറയുന്നു. മുസൽമാന്മാരെ നശിപ്പിക്കുവാനുള്ള അന്ത്യയത്നത്തിലാണ് ഞാൻ. തിരഞ്ഞെടുത്ത സേനാനികളെയും കൊണ്ട് വൃദ്ധ പുറപ്പെട്ടു. ഡമാസ്കസിൽ നിന്നും വരുന്ന മുസൽമാൻ കച്ചവടക്കാരുടെ വേഷത്തിലാണ് പുറപ്പെട്ടത്. വിലപിടിച്ച തുണികൾ കെട്ടുകളാക്കി 100 കഴുതകളുടെ പുറത്ത് കയറ്റി. അഫ്രീദൂൻ്റെ കയ്യിൽ നിന്നും ഒരു ശുപാർശയും കുറിച്ച് വാങ്ങിയിരുന്നു. ഡമാസ്കസിൽ നിന്നും വരുന്ന ഈ മുസ്ലിം വ്യാപാരികൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ എതിരാളികളാണ്. എങ്കിലും കച്ചവടമാണല്ലോ ഒരു രാജ്യത്തിൻ്റെ അഭ്യുന്നതിക്ക് കാരണം. അതുകൊണ്ട് അവർക്ക് രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ അനുമതി നൽകണം. അവരുടെ വാണിജ്യ വസ്തുക്കൾക്ക് നികുതി ചുമത്തരുത്. ഇതായിരുന്നു കുറിപ്പ്. വൃദ്ധ ഒരു മുസൽമാൻ പുരോഹിതൻ്റെ വേഷം ധരിച്ചു. അവൾ തന്നെ കണ്ടുപിടിച്ച് ഒരു മാന്ത്രിക രസം പുരട്ടി മുഖം വെളുപ്പിച്ചു. കൂട്ടുകാരോട് പറഞ്ഞു, ചാട്ടയെടുത്ത് എന്നെ കഠിനമായി പ്രഹരിക്കണം. മുറിവുകളും ചതവുകളും പാടുകളും ധാരാളം ഉണ്ടാവണം. ഒട്ടും മടിക്കരുത്, വളരെ അത്യാവശ്യമാണ്. പിന്നീട് എന്നെ ഒരു പെട്ടിയിലാക്കി അടച്ചു വെക്കണം. പെട്ടി കഴുതപ്പുറത്ത് കയറ്റി നേരെ നടന്നുകൊള്ളുക. ഷേർഖാൻ്റെ രാജ്യത്തിലെത്തിയിട്ടേ വിശ്രമം പാടുള്ളൂ. വഴിക്ക് ആരെങ്കിലും തടഞ്ഞാൽ ഈ കത്ത് കാണിച്ചാൽ മതി. തൽക്കാലം ഡമാസ്കസിലെ മുസൽമാന്മാരായ നിങ്ങൾ ഷേർഖാനെ കാണണമെന്ന് ആവശ്യപ്പെടണം. ഷേർഖാൻ നിങ്ങളോട് ക്രിസ്ത്യൻ രാജ്യത്തെ വ്യാപാരത്തെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം, രാജാവേ, ഞങ്ങളുടെ കച്ചവടത്തിലെ ഏറ്റവും വലിയ ആദായം അവിശ്വാസി കൂട്ടത്തിൽ നിന്ന് ഒരു മുസ്ലിം പുരോഹിതനെ മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ്. 15 നീണ്ട വർഷങ്ങളായി അവർ അദ്ദേഹത്തെ തടവിലാക്കി മർദ്ദിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ കച്ചവടം കഴിഞ്ഞ് രാത്രി ഒരിടത്ത് വിശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് അടുത്ത മുറിയിലെ ഭിത്തിയിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. നരച്ച താടിയുള്ള ഒരു വന്യവയോധികൻ്റെ രൂപം. അദ്ദേഹം വേദനയോടെ പറഞ്ഞു, അല്ലാഹുവിനെ ഭയമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ അവിശ്വാസികളുടെ രാജ്യം ഉപേക്ഷിക്കട്ടെ, ഷേർഖാൻ്റെ രാജ്യത്തിലേക്ക് നീങ്ങട്ടെ. അവൻ്റെ കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കോൺസ്റ്റാന്റിനോപ്പിൾ ഒരിക്കൽ അവൻ്റെ അധീനതയിലാകുമെന്ന്. 3 ദിവസത്തെ യാത്ര കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സന്യാസി മഠത്തിലെത്തും. ആ മഠത്തിൽ ഒരു ഇരുട്ടറയുണ്ട്. ആ ഇരുട്ടറയിൽ മെക്കയിൽ നിന്ന് വരുന്ന ഒരു സന്യാസിയെ കാണാം. അബ്ദുള്ള എന്നു പേരായ ആ വിശുദ്ധ പുരോഹിതനെ 15 വർഷമായി ക്രിസ്ത്യൻ സന്യാസികൾ തുറങ്കിലടച്ചിട്ടിരിക്കുന്നു. അദ്ദേഹത്തെ മോചിപ്പിക്കുന്നത് പോലുള്ള ഒരു സൽപ്രവൃത്തി വേറെയില്ല. ആ വൃദ്ധൻ്റെ രൂപം പതുക്കെ മാഞ്ഞുപോയി. ഞങ്ങൾ ഒരു നിമിഷവും താമസിക്കാതെ
കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും പുറപ്പെട്ടു. 3 ദിവസത്തിനു ശേഷം ഞങ്ങൾ ആ വൃദ്ധൻ പറഞ്ഞ പള്ളി കണ്ടെത്തി. അത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ആരും സംശയിക്കരുതെന്ന് കരുതി ഞങ്ങൾ ഗ്രാമചന്തയിൽ കച്ചവട ചരക്കുകൾ നിരത്തി. രാത്രിയായപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കയറി. കാവൽ നിന്നിരുന്ന സന്യാസിയെ കൊന്ന് ഇരുട്ടറയിൽ നിന്നും അബ്ദുള്ളയെ വീണ്ടെടുത്തു. നിങ്ങൾ ഈ കഥ പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. 50 പേർ വൃദ്ധയെ പ്രഹരിച്ചു. ചോര ഇറ്റിറ്റ് വീണു തുടങ്ങി. ഉടനെ അവരെ പെട്ടിയിലാക്കി കഴുതപ്പുറത്ത് കയറ്റി പുറപ്പെട്ടു. വിജയികളായ മുസ്ലിം സൈന്യങ്ങൾ കൊള്ളയടിച്ച് കിട്ടിയ ധനം ഭാഗിച്ചു. വിജയലബ്ധിയിൽ അവർ അള്ളാഹുവിനെ സ്തുതിച്ചു. മക്കാനും ഷേർഖാനും ആലിംഗനബദ്ധരായി. ഷേർഖാൻ സഹോദരനോട് പറഞ്ഞു, അള്ളാഹു നിനക്ക് ആൺകുഞ്ഞിനെ നൽകട്ടെ. എൻ്റെ പുത്രിയെ ഞാൻ അവന് വിവാഹം ചെയ്തു കൊടുക്കാം. അവർ ആനന്ദലഹരിയിൽ ആറാടിയിരിക്കെ മന്ത്രി പറഞ്ഞു, തോറ്റോടിയ സൈന്യത്തെ പിന്തുടരണം. അവരിൽ ഒരാളും ഈ ഭൂമുഖത്ത് വാഴരുത്. ഷേർഖാനും മക്കാനും കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പുറപ്പെട്ടു. ചുട്ടുപഴുത്ത മണലാരണ്യങ്ങളിൽ കൂടി 6 ദിവസം തുടർച്ചയായി യാത്ര ചെയ്തു. അവസാനം പച്ചപിടിച്ച മൈതാനങ്ങളും അരുവിയും ഫലവൃക്ഷങ്ങളുമുള്ള മനോഹരമായ ഒരു ഭൂപ്രദേശത്തെത്തി വിശ്രമിച്ചു. ദുഅൽ മക്കാൻ ഷേർഖാനോട് പറഞ്ഞു, സഹോദര, ഡമാസ്കസിൽ ഇത്ര മനോഹരമായ ഉദ്യാനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നമുക്കിവിടെ 1-2 ദിവസം തങ്ങാം. നമ്മുടെ പടയാളികൾക്കും അല്പം ഉല്ലാസവും വിശ്രമവും ലഭിക്കട്ടെ. ഷേർഖാന് ആ അഭിപ്രായം സ്വീകാര്യമായി. 3-ാം ദിവസം യാത്രയ്ക്കൊരുങ്ങുമ്പോൾ ചെറിയൊരു തിക്കും തിരക്കും. ഡമാസ്കസിൽ നിന്ന് വരുന്ന വ്യാപാരി സംഘത്തെ സൈനികർ തടഞ്ഞു നിർത്തിയതാണ്. കച്ചവടക്കാരെ മക്കാൻ്റെ മുന്നിൽ ഹാജരാക്കി. കച്ചവടക്കാർ വിനയത്തോടെ ഉണർത്തിച്ചു, ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ രാജ്യത്തായിരുന്നപ്പോൾ ഒരു തടസ്സവും ഉണ്ടായില്ല. സ്വജനങ്ങളുടെ ഇടയിൽ വന്നപ്പോഴാണ് കുഴപ്പം സംഭവിച്ചത്. അവർ വൃദ്ധ ഉപദേശിച്ച പ്രകാരം മുസ്ലിം പുരോഹിതനെ രക്ഷിച്ച കഥ പറഞ്ഞു. സഹോദരന്മാർക്ക് ആ കഥ കേട്ടപ്പോൾ ദുഃഖം തോന്നി. അവർ വ്യാപാരികളോട് ചോദിച്ചു, എവിടെയാണ് ആ പുരോഹിതൻ? ഞങ്ങൾ കാവൽക്കാരൻ സന്യാസിയെ കൊന്ന് പുരോഹിതനെ വീണ്ടെടുത്തു. ആരും കാണാതെ ഒരു വലിയ പെട്ടിയിലിരുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞു തരും. കച്ചവടക്കാർ സാധനങ്ങൾ ഇറക്കി വെച്ചു. വലിയ പെട്ടി തുറന്നു. പുരോഹിതൻ പുറത്തു വന്നു. വളരെ മെലിഞ്ഞും ചുക്കിച്ചുളിഞ്ഞും ദയനീയമായ രൂപം. വിശുദ്ധനായൊരു പുരോഹിതൻ്റെ മുന്നിലാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് ആ സഹോദരന്മാർക്ക് തോന്നി. കാരണം മാന്ത്രിക രസം കൊണ്ട് ആ വൃദ്ധയുടെ മുഖം മിന്നിത്തിളങ്ങിയിരുന്നു. പുരോഹിതൻ സഹിച്ച കഷ്ടപ്പാടുകൾ കണ്ട് അവർക്ക് വിഷമം തോന്നി. അവർ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ഞാൻ ദൈവത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും സഹിക്കാൻ തയ്യാറാണ്. സ്വർഗകവാടം തുറന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ പരീക്ഷണങ്ങളും ക്ഷമയോടെ നേരിടണം. സ്വതന്ത്രനായതുകൊണ്ട് എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എനിക്ക് നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്ത് വിശുദ്ധ മരണം വരിക്കാമെന്ന ആശയമാണ്. ഷേർഖാനും സഹോദരനും പുരോഹിതനെ പല പ്രകാരത്തിലും സമാധാനിപ്പിക്കുവാൻ നോക്കി. ഭക്ഷണം കൊടുത്തപ്പോൾ അയാൾ കഴിച്ചില്ല. 15 വർഷമായി ഞാൻ ഉപവാസം തുടങ്ങിയിട്ട്. ആ വ്രതം ഇന്ന് വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷമേ സമാപിക്കുകയുള്ളൂ. അന്ന് വൈകുന്നേരം പുരോഹിതൻ്റെ ഉപവാസ സമാപനത്തിനുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കി. പുരോഹിതൻ രാപകൽ പ്രാർത്ഥനാനിരതനായിരുന്നു. അയാളുടെ ഭക്തി പാരവശ്യം കണ്ട് എല്ലാവർക്കും വളരെ മതിപ്പ് തോന്നി. അവർ പുരോഹിതന് ഒരു കൂടാരം നിർമ്മിച്ചു കൊടുത്തു. പ്രത്യേകം പരിചാരകന്മാരെയും നിയോഗിച്ചു. അദ്ദേഹം ഉണങ്ങിയ ഒരു കഷ്ണം റൊട്ടിയും ഉപ്പും മാത്രം ഭക്ഷിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഷേർഖാൻ ദുഅൽ മക്കാനോട് പറഞ്ഞു, ഭൂമിയിലെ സകല സുഖങ്ങളും ത്യജിച്ച ഇദ്ദേഹത്തെ നോക്കൂ. ഇപ്പോൾ യുദ്ധം അനിവാര്യമല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വിശുദ്ധനെ ശുശ്രൂഷിച്ച് കഴിയുമായിരുന്നു. നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇദ്ദേഹത്തിൻ്റെ ഉപദേശവും അനുഗ്രഹവും വാങ്ങണം. മന്ത്രിക്കും അതേ അഭിപ്രായമായിരുന്നു. 3 പേരും വിശുദ്ധൻ്റെ കൂടാരത്തിലെത്തി. അവിടെ പ്രാർത്ഥനാമഗ്നനായിരുന്ന പുരോഹിതൻ 3 മണിക്കൂർ കഴിഞ്ഞിട്ടും അവരെ ശ്രദ്ധിച്ചില്ല. ഭക്തി പാരവശ്യം കൊണ്ട് 3 പേർക്കും ബാഷ്പപ്രവാഹം ഉണ്ടായി. അവസാനം പുരോഹിതൻ മുഖമുയർത്തി നോക്കി. നിങ്ങൾക്ക് എന്ത് വേണം?
ഞങ്ങൾ എത്ര നേരമായി ഇവിടെ കാത്തിരിക്കുന്നു, അങ്ങ് അറിയുന്നില്ല. ദൈവ സാന്നിധ്യത്തിൽ വർത്തിക്കുന്നവന് ലൗകിക കാര്യങ്ങളിൽ കണ്ണില്ല. ഞങ്ങൾ അനുഗ്രഹം വാങ്ങാനാണ് വന്നത്. നാളെ ഞങ്ങൾ സംഹരിക്കാൻ പോകുന്ന ശത്രുക്കൾ അങ്ങയെ കീഴടക്കിയത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ട്. നിങ്ങൾ വിശ്വാസികളായ രാജകുമാരന്മാരായതുകൊണ്ട് ഞാൻ കഥ പറയാം. അടുത്ത ഭാഗം നാളെ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. താങ്ക്